ഹലോ കുട്ടികളെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ബിലോവ്ഡ് ബോൾസ് എന്ന ചാപ്റ്ററാണ് ബൈ മാക്സിം ഗോർക്കി. ഈ കഥയിൽ മനുഷ്യരുടെ മനസ്സിലെ ഏകാന്തതയും സ്നേഹവും മറ്റുള്ളവർ നമ്മെ എങ്ങനെ തെറ്റായി വിലയിരുത്തുന്നു എന്നതുമാണ് അവതരിപ്പിക്കുന്നത്. ടെറേസ എന്ന കഥാപാത്രത്തിലൂടെ ഒരാളുടെ പുറംകാഴ്ച നോക്കി മാത്രം അവരെ വിലയിരുത്തതെന്നും വലിയ സന്ദേശമാണ് എഴുത്തുകാരൻ നൽകുന്നത്. ഈ വീഡിയോയിൽ ചാപ്റ്റർ സമ്മറി, ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ, പ്രധാന ചോദ്യോത്തരങ്ങൾ എന്നിവ വളരെ ലളിതമായി നോക്കാം. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വായിച്ചു തുടങ്ങിയാലോ. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. ഹാവ് യു എവർ സീൻ വൺ സിറ്റിംഗ് അലോൺ ലോസ്റ്റ് ഇൻ ഡീപ്പ് തോട്ട്? ആഴത്തിലുള്ള ചിന്തയിൽ മുഴുകി ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യു മൈറ്റ് ഹാവ് വണ്ടേർഡ് വാട്ട് വാസ് ഗോയിങ് ഓൺ ഇൻ ദെയർ മൈൻഡ്. അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇടയ്ക്ക് കാണാറില്ല, ചിലരൊക്കെ എന്തോ ആലോചിച്ചിരിക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ ആലോചിച്ചിരിക്കുന്ന ആളുകളെ നമ്മൾ കാണാറില്ല എന്നാണ് കവി ചോദിക്കുന്നത്. യു മൈറ്റ് ഹാവ് ഇവൺ ജഡ്ജ് ദം. അവരെ നിങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടാകും. ഡു യു തിങ്ക് യുവർ ജഡ്ജ്മെൻറ്റ്സ് വെർ റൈറ്റ്? നിങ്ങളുടെ വിലയിരുത്തലുകൾ ശരിയായിരുന്നെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? ലെറ്റ്സ് റീഡ് എ സ്റ്റോറി ബൈ മാക്സിം ഗോറി ദാറ്റ് ഇൻവൈറ്റ്സ് അസ് ടു എൻ്റർ ദ ക്വയറ്റ് വേൾഡ് ഓഫ് എ ഹ്യൂമൻ മൈൻഡ് സീക്കിംഗ് കണക്ഷൻ. മനുഷ്യൻ്റെ സ്നേഹവും ബന്ധവും തേടുന്ന നിശബ്ദമായ മനസ്സിൻ്റെ ലോകത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. ആരാണ് ക്ഷണിക്കുന്നത്? മാക്സിം ഗോറി എഴുതിയ ഒരു കഥ നമുക്ക് വായിക്കാം. An acquaintance of mine once told me this story. എൻ്റെ ഒരു പരിചയക്കാരൻ ഒരിക്കൽ എനിക്ക് ഈ കഥ പറഞ്ഞു തന്നു. When I was a student at Moscow, I happened to live alongside a Polish woman, Teresa by name. ഞാൻ മോസ്കോയിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ടെറേസ എന്ന പേരുള്ള ഒരു പോളിഷ് സ്ത്രീയുടെ സമീപത്തായിരുന്നു താമസിച്ചിരുന്നത്. She was tall and strong with a blushy black eyebrows, dark brown hair and a large coarse face. അവർ ഉയരവും ശക്തിയുള്ളവരായിരുന്നു. കട്ടിയുള്ള കറുത്ത കൺപുരികങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇരുണ്ട തവിട്ട് നിറമുള്ള മുടി, വലുതും കരടിയായതുമായ മുഖം അവൾക്കുണ്ടായിരുന്നു. The gleam of her dark eyes, her thick bass voice and her muscular vigor horrified me. അവളുടെ ഇരുണ്ട കണ്ണുകളുടെ തിളക്കവും കനത്ത ശബ്ദവും ശക്തമായ ശരീരഘടനയും എന്നെ ഭയപ്പെടുത്തി. നമ്മുടെ സ്റ്റോറി ടെല്ലർ പറയാണ്, ഞാൻ റോമിൽ സ്റ്റുഡൻ്റായി താമസിച്ചിരുന്നപ്പോൾ, മോസ്കോയിൽ സ്റ്റുഡൻ്റായി താമസിച്ചിരുന്നപ്പോൾ എൻ്റെ കൂടെ താമസിച്ചിരുന്ന ഞാനൊരു പോളിഷ് ലേഡിയുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. അവരുടെ പേരാണ് തെരേസ. അവർ ഭയങ്കര സ്ട്രോങ്ങും ടോളും ആയിട്ടുള്ള, നല്ല നീളവും വലിപ്പവും കട്ടിയുള്ള പുരികവും നല്ല ബ്രൗൺ ഹെയറൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അവരെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്. ഐ ലിവ്ഡ് ഓൺ ദ ടോപ്പ് ഫ്ലോർ ആൻഡ് ഹെർ റൂം വാസ് ഓപ്പോസിറ്റ് മൈൻ. ഞാൻ മുകളിലെ നിലയിലായിരുന്നു താമസിച്ചിരുന്നത്. അവളുടെ മുറി എൻ്റെ മുറിയുടെ എതിർവശത്തായിരുന്നു. I never left my door open when I knew her to be at home. ആ സ്ത്രീ, തെരേസ എന്ന് പറഞ്ഞ സ്ത്രീ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ ഒരിക്കലും എൻ്റെ വാതിൽ തുറന്നു വെക്കാറില്ലായിരുന്നു. Sometimes I chanced to meet her on the staircase or in the yard and she would smile at me. ചിലപ്പോൾ പടിക്കെട്ടിലോ മുറ്റത്തോ അവളെ യാദൃശ്ചികമായി കണ്ടുമുട്ടും. അപ്പോൾ അവൾ എന്നോട് ചിരിക്കാറുണ്ടായിരുന്നു. ഒക്കേഷണലി ഐ സോ ഹെർ ഡ്രങ്ക് വിത്ത് ബ്ലേറി ഐസ് ആൻഡ് ടൗസിൽഡ് ഹെയർ. ചില സമയങ്ങളിൽ അവളെ മദ്യപിച്ച നിലയിലും മങ്ങിയ കണ്ണുകളോടും അലഞ്ഞ മുടിയോടും കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. ഓൺ സച്ച് ഒക്കേഷൻസ് ഷീ വുഡ് സ്പീക്ക് മീ. അത്തരം അവസരങ്ങളിൽ അവൾ എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. ആര്? തെരേസ. ഹൗ വുഡ് യു ഡു മൈ സ്റ്റുഡൻറ്റ്, ഷീ വുഡ് സേ വിത്ത് എ സ്റ്റുപ്പിഡ് ലോഫ്. എങ്ങനെയുണ്ട് മിസ്റ്റർ സ്റ്റുഡൻറ്റ് എന്ന് അവൾ എന്നോട് ഒരു പൊട്ടിച്ചിരിയോടെ ചോദിക്കുമായിരുന്നു. ഐ ഷുഡ് ഹാവ് ലൈക്ക് ടു ചേഞ്ച് മൈ ക്വാർട്ടേഴ്സ് ബട്ട് മൈ ലിറ്റിൽ ചാമ്പർ വാസ് എ നൈസ് വൺ. എനിക്കെൻ്റെ താമസ സ്ഥലം മാറ്റണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ചെറിയ മുറി വളരെ സുഖകരമായിരുന്നു. ചാമ്പർ എന്ന് പറഞ്ഞാൽ മുറി, റൂം എന്നൊക്കെയാണ് മീനിങ്. There was such a wide view from the window and it was always so quiet in the street below, so I endured. ജനവാതിലിലൂടെ വിശാലമായ കാഴ്ച എനിക്ക് കാണാമായിരുന്നു. താഴെയുള്ള തെരുവ് എപ്പോഴും ശാന്തമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കാനാണ് ശ്രമിച്ചത്. ആ കൊച്ചു റൂം നമ്മുടെ റൈറ്ററിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ തന്നെ നിൽക്കാനാണ്
അദ്ദേഹം ശ്രമിച്ചിരുന്നത്. One morning I was sprawling on my couch trying to find some sort of excuse for not attending my class. ഒരു രാവിലെ ഞാൻ സോഫയിൽ കിടന്ന് ക്ലാസ്സിൽ പോകാതിരിക്കാനുള്ള ഒരു കാരണം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. The door opened and Teresa Barr's voice resounded. അപ്പോൾ വാതിൽ തുറന്ന് ടെറേസയുടെ കനത്ത ശബ്ദം മുഴങ്ങി. ഗുഡ് ഹെൽത്ത് ടു യു മിസ്റ്റർ സ്റ്റുഡൻറ്റ്. സുഖമാണോ മിസ്റ്റർ സ്റ്റുഡൻറ്റ് എന്ന് തെരേസ ചോദിക്കുകയാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോയാലോ. വാട്ട് ഡു യു വാണ്ട്? ഐ ആസ്ക്ഡ്. ഐ സോ ദാറ്റ് ഷീ വാസ് കൺഫ്യൂസ്ഡ്. ദിസ് വാസ് വെരി അൺയൂഷ്വൽ ഫോർ ഹെർ. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചു. നമ്മുടെ തെരേസ അകത്തേക്ക് കടന്നു വന്നിട്ട് റൂമിൻ്റെ അകത്തേക്ക് വന്നിട്ട് അവളുടെ ബാസുള്ള വോയിസിൽ ചോദിക്കുകയാണ്, ആർ യു ഓക്കെ, ഗുഡ് ഹെൽത്ത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ റൈറ്റർ പറയാണ്, നിനക്ക് എന്താ വേണം എന്ന് ചോദിച്ചു. അവൾ ആശയക്കുഴപ്പത്തിലായി. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പത്തിലായി ആണെന്ന് ഞാൻ കണ്ടു. അത് അവൾക്ക് വളരെ അപൂർവമായൊരു കാര്യമായിരുന്നു. അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിനക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മുടെ റൈറ്റർ കുട്ടിയെ ചോദിക്കുന്ന അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സർ, ഐ വാണ്ട് ടു ബെഗ് എ ഫേവർ ഓഫ് യു. വിൽ യു ഗ്രാൻഡ് ഇറ്റ്? സാർ, എനിക്ക് നിങ്ങളോടൊരു സഹായം അഭ്യർത്ഥിക്കാനുണ്ട്. അത് ചെയ്യാമോ എന്ന് അവൾ ചോദിച്ചു. ഐ ലേ ദർ സൈലൻറ്റ്. ഞാൻ മിണ്ടാതെ കിടന്നു. I wanted to send a letter home. That's what it is, she said. Her voice was beseeching, soft, timid. എനിക്ക് വീട്ടിലേക്ക് ഒരു കത്തയക്കണം, അവൾ പറഞ്ഞു. അവളുടെ ശബ്ദം അപേക്ഷിക്കുന്നത് പോലെയും മൃദുവും ഭയപ്പെടുത്തുന്നതുമായി തോന്നി. I jumped, sat down at my table, took a sheet of paper and said. ഞാൻ ഉടൻ എഴുന്നേറ്റ് മേശയ്ക്കരികിലിരുന്ന് ഒരു പേപ്പർ എടുത്ത് പറഞ്ഞു. Come here, sit down and dictate. ഇവിടെ വാ, ഇരിക്ക്, എന്താണ് എഴുതേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഷീ കെയിം, സാറ്റ് ഡൗൺ വെരി ഗിംഗർലി ഓൺ എ ചെയർ ആൻഡ് ലുക്ക്ഡ് അറ്റ് മീ വിത്ത് എ ഗിൽറ്റി ലുക്ക്. അവൾ വന്ന് വളരെ സൂക്ഷിച്ചുകൊണ്ട് കസാരയിലിരുന്നു. കുറ്റബോധമുള്ളതുപോലെ എന്നെ നോക്കി. ഗിൽറ്റി എന്ന് പറഞ്ഞാൽ കുറ്റബോധം. വെൽ, ടു ഹും ഡു യു വാണ്ട് ടു റൈറ്റ്? ശരി, ആർക്കാണ് ഞാൻ നിനക്ക് കത്തൊക്കെ ഞാൻ എഴുതി തരാം. ആർക്കാണ് നിനക്ക് ലെറ്റർ എഴുതാനുള്ളത്? ടു ബോൾസ്ലാവ് കഷ്പൂത്ത് ഇൻ ദ ടൗൺ ഓൺ ദ വാൾസ്വാ റോഡ്. വാൾസ്വാ റോഡിലുള്ള പട്ടണത്തിൽ താമസിക്കുന്ന ബോൾസ്ലാവ് കാഷ്പൂട്ടിനാണ് കത്തെഴുതേണ്ടത്. വെൽ, ഫയർ അവേ. ശരി, പറഞ്ഞു തുടങ്ങിക്കോളൂ. മൈ ഡിയർ ബോൾസ്, മൈ ബിലവ്ഡ്, മൈ ഫെയ്ത്ത്ഫുൾ ലവർ, മേ ഗോഡ് പ്രൊട്ടക്ട് ദീ. എൻ്റെ പ്രിയപ്പെട്ട ബോൾസ്, എൻ്റെ സ്നേഹിതൻ, എൻ്റെ വിശ്വസ്തനായ പ്രണയിതാവ്, ദൈവം നിന്നെ രക്ഷിക്കട്ടെ. തോ ഹാർട്ട് ഓഫ് ഗോൾഡ്, why has thou not returned for such a long time to the sorrowing little dove Teresa? സ്വർണ്ണ ഹൃദയമുള്ളവനെ, ദുഃഖിതയായ നിന്റെ ചെറിയ പ്രാവായ ടെറേസയ്ക്ക് നീ ഇത്രയും നാളായി എന്തുകൊണ്ട് കത്തെഴുതിയില്ല? അപ്പോൾ തെരേസ കത്തിൽ എഴുതാനുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് ആ സ്റ്റുഡൻറ്റിന്. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ഐ വെരി നിയർലി ബേസ്റ്റ് ഔട്ട് ലോഫിങ്. എ സോറോയിങ് ലിറ്റിൽ ഡോവ് മോർ ദാൻ 5 feet ടോൾ. ദുഃഖിതയായ ചെറിയ പ്രാവ്, 5 അടിയിലധികം ഉയരമുള്ള തെരേസ. റീസ്ട്രേറ്റിംഗ് മൈസെൽഫ് സംഹൗ ഐ ആസ്ക്ഡ്. എങ്ങനെയോ ചിരി നിയന്ത്രിച്ച് ഞാൻ ചോദിച്ചു. ഹൂ ഈസ് ദിസ് ബോൾസ്? ഈ ബോൾസ് ആരാണ്? ബോൾസ്, മിസ്റ്റർ സ്റ്റുഡൻറ്റ്, ഷീ സെഡ് ആസ് if offended with me for blundering over the name. ബോൾസ്, മിസ്റ്റർ സ്റ്റുഡൻറ്റ്, പേര് തെറ്റിച്ച് പറഞ്ഞതിൽ വിഷമിച്ച പോലെ അവൾ പറഞ്ഞു. ഹീ ഈസ് ബോൾസ്, മൈ യങ് മാൻ. അവൻ ബോൾസ്, എൻ്റെ പ്രണയിതാവാണ്. യങ് മാൻ, പ്രണയിതാവോ? വൈ ആർ യു സോ സർപ്രൈസ് സർ? കനോട്ട് എ ഗേൾ ഹാവ് എ യങ് മാൻ? സാർ, നിങ്ങൾ എന്തിനാണ് ഇത്ര അത്ഭുതപ്പെടുന്നത്? എനിക്കൊരു പെൺകുട്ടിക്ക് ഒരു പ്രണയിതാവ് ഉണ്ടാകാൻ പറ്റില്ലേ? അപ്പോൾ തെരേസ പറയാണ്, 6 years, 6 വർഷമായി എന്ന് പറയാണ്. ഓഹോ, ഐ തോട്ട്, വെൽ ലെറ്റസ് റൈറ്റ് യുവർ ലെറ്റർ. അയ്യോ, ഇന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ശരി, നിൻ്റെ കത്തെഴുതാം. ഐ താങ്ക് യു മോസ്റ്റ് ഹേർട്ട്ലി സർ ഫോർ യുവർ കൈൻഡ് സർവീസ് സെഡ് തെരേസ ടു മീ വെൻ ഐ ഹാഡ് ഫിനിഷ്ഡ് റൈറ്റിംഗ്. ഞാൻ എഴുതി തീർന്നപ്പോൾ തെരേസ പറഞ്ഞു, സാർ, നിങ്ങളുടെ സഹായത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പെർഹാപ്സ് ക്യാൻ ഐ ബി ഓഫ് സർവീസ് ടു യു ഇൻ എനി വേ? എനിക്ക് നിങ്ങളെ എന്തെങ്കിലും സഹായിക്കാനാകുമോ? നോ, ഐ മോസ്റ്റ് ഹംബ്ലി താങ്ക് യു ഓൾ ദ സെയിം. ഞാൻ ഇല്ല എങ്കിലും നന്ദി എന്ന് ഞാൻ വിനയത്തോടെ പറഞ്ഞു. ഷീ ഡിപ്പാർട്ടഡ്. അവൾ അവിടെ നിന്ന് പോയി. എ വീക്ക് ഓർ 2 പാസ്റ്റ്. 1 ആഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞു. ഇറ്റ് വാസ് ഈവനിങ്.
ഒരു വൈകുന്നേരമായിരുന്നു. ഐ വാസ് സിറ്റിംഗ് അറ്റ് മൈ വിൻഡോ. ഞാൻ ജനലരികിലിരിക്കുകയായിരുന്നു. ഐ വാസ് ബോർഡ്. ദ വെദർ വാസ് ഡെഡ്ലി. എനിക്ക് ബോറടിച്ചിരുന്നു. കാലാവസ്ഥ വളരെ മോശമായിരുന്നു. ഐ ഡിഡിൻറ്റ് വാണ്ട് ടു ഗോ ഔട്ട്. എനിക്ക് പുറത്തേക്ക് പോകാൻ തോന്നിയില്ല. ദെൻ ദ ഡോർ ഓപ്പൺ. അപ്പോൾ വാതിൽ തുറന്നു. ഹെവൻ ബി പ്രൈസ്ഡ്, സമ്മൺ കെയിം ഇൻ. ദൈവത്തിന് നന്ദി, ആരോ അകത്ത് വരുന്നുണ്ട്. ഓ മിസ്റ്റർ സ്റ്റുഡൻറ്റ്, യു ഹാവ് നോ പ്രസ്സിംഗ് ബിസിനസ് ഐ ഹോപ്പ്. ഓ മിസ്റ്റർ സ്റ്റുഡൻറ്റ്, നിങ്ങളിപ്പോൾ പ്രധാനപ്പെട്ട ജോലിയിലൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് തെരേസ. ഇറ്റ് വാസ് തെരേസ. അത് തെരേസയായിരുന്നു. നോ, വാട്ട് ഈസ് ഇറ്റ്? ഇല്ല, നിങ്ങൾ കാര്യം പറയൂ, ഞാൻ തിരക്കിലൊന്നുമല്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയാണ് സ്റ്റുഡൻറ്റ്. ഐ വാസ് ഗോയിങ് ടു ആസ്ക് യു സർ ടു റൈറ്റ് മീ അനദർ ലെറ്റർ. സർ, എനിക്ക് മറ്റൊരു കത്ത് കൂടി എഴുതി തരണമെന്ന് ചോദിക്കുകയാണ്. വെരി വെൽ, ടു ബോൾസ്. ശരി, ബോൾസിനാണോ എന്ന് ചോദിക്കുകയാണ്. നോ, ദിസ് ടൈം ഇറ്റ് ഈസ് ഫോർ ഹിം. ഇറ്റ് ഈസ് ഫ്രം ഹിം. ഇല്ല, ഈ തവണ അത് അവനിൽ നിന്നുള്ളതാണ്. വാട്ട്? സർപ്രൈസ് ദാറ്റ് ഐ ആം. ഇറ്റ്സ് നോട്ട് ഫോർ മീ. മിസ്റ്റർ സ്റ്റുഡൻറ്റ്, ഐ ബെഗ് യുവർ പാർഡോൺ. എത്ര മണ്ടത്തരം! അതെനിക്ക് വേണ്ടിയല്ല. മിസ്റ്റർ സ്റ്റുഡൻറ്റിന് ക്ഷമിക്കണം. ഇറ്റ് ഈസ് ഫോർ എ ഫ്രണ്ട് ഓഫ് മൈൻ. ദാറ്റ് ഈസ് ടു സേ, നോട്ട് എ ഫ്രണ്ട് ബട്ട് ആൻ അക്വിൻറ്റൻസ് മാൻ. അതെൻ്റെ ഒരു പരിചയക്കാരന് വേണ്ടിയാണ്. സുഹൃത്തല്ല, ഒരു പരിചയക്കാരനാണെന്ന് പറയാം. തെരേസ വീണ്ടും ഒരു വൈകുന്നേരം നമ്മുടെ സ്റ്റുഡൻറ്റ് ഇങ്ങനെ പുറത്തൊക്കെ വെതറൊന്നും അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് ജനവാതിലിൻ്റെ അരികിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആരോ വാതിൽ തുറന്ന് വന്നു. അത് തെരേസയായിരുന്നു. അപ്പോൾ തെരേസ ചോദിക്കുകയാണ്, നിങ്ങൾ തിരക്കിലൊന്നുമല്ലല്ലോ സാർ, എനിക്കൊരു കത്തും കൂടെ എഴുതി തരണം. അപ്പോൾ ചോദിക്കുകയാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്? ബോൾസിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുക. അല്ല, ബോൾസിന് വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു പരിചയക്കാരന് വേണ്ടിയിട്ടാണ്. പക്ഷേ അദ്ദേഹം എൻ്റെ സുഹൃത്തൊന്നുമല്ല, എൻ്റെ പരിചയക്കാരനാണ്. ഹി വാസ് എ സ്വീറ്റ് ഹേർട്ട് ജസ്റ്റ് ലൈക്ക് മീ ഹിയർ അനദർ തെരേസ. അവനും എനിക്ക് പോലെയുള്ള ഒരു പ്രണയിനിയുണ്ട്, മറ്റൊരു തെരേസ. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. വിൽ യു സർ റൈറ്റ് എ ലെറ്റർ ടു ദിസ് തെരേസ? അതാണ് കാര്യം. ആ തെരേസയ്ക്ക് നിങ്ങളൊരു കത്ത് എഴുതുമോ? ഐ ലുക്ക്ഡ് അറ്റ് ഹെർ. ഞാൻ അവളെ നോക്കി. ഹെർ ഫേസ് വാസ് ട്രബിൾഡ്. ഹെർ ഫിംഗേഴ്സ് വാസ് ട്രംബ്ലിംഗ്. അവളുടെ മുഖം വിഷമം നിറഞ്ഞതായിരുന്നു. വിരലുകൾ വിറയ്ക്കുകയായിരുന്നു. ഐ വാസ് എ ബിറ്റ് ഫോഗ്ഡ് അറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ഐ ഗസ്ഡ് ഹൗ ഇറ്റ് വാസ്. ആദ്യം എനിക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല, പിന്നീട് യഥാർത്ഥ സ്ഥിതി മനസ്സിലായി. അപ്പോൾ തെരേസ വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്കല്ല കത്തെഴുതേണ്ടത്, എൻ്റെ ഒരു പരിചയക്കാരന് വേണ്ടിയിട്ടാണ് കത്തെഴുതേണ്ടത്. അവനൊരു പ്രണയിനിയുണ്ട്, എന്നെ പോലെ ഒരു തെരേസ അവനും ഉണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കത്തെഴുതേണ്ടതെന്ന്. ലുക്ക് ഹിയർ മൈ ലേഡി, ഐ സെഡ്, ദർ ആർ നോ ബോൾസ് ഓർ തെരേസസ് അറ്റ് ഓൾ ആൻഡ് യു ഹാവ് ബീൻ ടെല്ലിങ് മീ എ പാക്ക് ഓഫ് ലൈസ്. ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ ബോൾസോ തെരേസയോ ആരുമില്ല. നീ എന്നോട് മുഴുവൻ കള്ളങ്ങളാണ് പറയുന്നതെന്ന് മനസ്സിലായി. ഡോണ്ട് യു കം ഫൂളിങ് അറൗണ്ട് മീ എനി ലോങ്ങർ. ഇനി എന്നെ ഇങ്ങനെ കളിയാക്കാൻ വരരുത്. ഐ ഹാവ് നോ വിഷ് ടു ബി യുവർ ഫ്രണ്ട് ഓർ അക്വൈൻറ്റൻസ് ഓർ യുവർ യങ് മാൻ. ഡു യു അണ്ടർസ്റ്റാൻഡ്? നിൻ്റെ സുഹൃത്തോ പരിചയക്കാരനോ അല്ലെങ്കിൽ നിൻ്റെ പ്രണയിതാവോ ആകാൻ എനിക്ക് ആഗ്രഹമില്ല, മനസ്സിലായോ? ആൻഡ് സഡൻലി ഷീ ഗ്രൂ സ്ട്രേഞ്ച്ലി ടെറിഫൈഡ് ആൻഡ് ഡിസ്ട്രോട്ട്. പെട്ടെന്ന് അവൾ വളരെ ഭയന്നും വിഷമിച്ചും പോയി. ഷീ ബിഗാൻ ടു ഷിഫ്റ്റ് ഫ്രം ഫുഡ് ടു ഫുഡ് വിത്തൗട്ട് മൂവിങ് ഫ്രം ദ പ്ലേസ്. നമ്മുടെ സ്റ്റുഡൻറ്റിന് കാര്യം മനസ്സിലായി. ഈ തെരേസ ഇടയ്ക്കിടയ്ക്ക് കത്ത് എഴുതാനെന്നുള്ള വ്യാജന വെറുതെ വരുന്നതാണ്. അവൾക്കൊരു കാമുകനോ അല്ലെങ്കിൽ ഒരു പരിചയക്കാരനോ സുഹൃത്തോ ഒന്നുമില്ല. നീ എന്നെ കളിയാക്കാൻ വേണ്ടി ഇനിയും ഇവിടെ വരരുത്. നിൻ്റെ സുഹൃത്താവാനും പരിചയക്കാരനാവാനും നിൻ്റെ പ്രണയിതാവാനും എനിക്കൊരിക്കലും താല്പര്യമില്ല എന്ന് പറയുകയാണ് സ്റ്റുഡൻറ്റ്. ഷീ ബിഗാൻ ടു ഷിഫ്റ്റ് ഫ്രം ഫുഡ് ടു ഫുഡ് വിത്തൗട്ട് മൂവിങ് ഫ്രം ദ പ്ലേസ് ആൻഡ് സ്പ്ലട്ടേഡ് കോമിക്കലി. അവൾ അവിടെ നിന്നുകൊണ്ട് തന്നെ കാലുകൾ മാറ്റി മറിച്ച് നിൽക്കാൻ തുടങ്ങി. എന്തോ പറയാൻ ശ്രമിച്ച് തടഞ്ഞു പോവുകയും ചെയ്തു. അവൾ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അവൾക്ക് എന്തോ പറയാനുള്ളത് പോലെ ശ്രമിച്ചു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് കടന്നാലോ. ഷീ വാണ്ടഡ് ടു സേ സംതിങ് ആൻഡ് കുഡിൻറ്റ്. അവൾക്ക് എന്തോ പറയണമെന്ന് തോന്നി, പക്ഷേ പറയാൻ കഴിഞ്ഞില്ല. ഐ വെയിറ്റഡ് ടു സീ വാട്ട് വുഡ് കം ഓഫ് ഓൾ ദിസ്. ഇതെല്ലാം എങ്ങനെ അവസാനിക്കുമെന്ന് കാണാൻ ഞാൻ കാത്തിരുന്നു. ആൻഡ് സംഹൗ ഐ ബിഗാൻ ടു തിങ്ക് ദാറ്റ് ഐ ഹാഡ് മിസ്ജഡ്ജ്ഡ് ഹെർ എ ലിറ്റിൽ. എങ്ങനെയോ ഞാൻ അവളെ തെറ്റായി വിലയിരുത്തുകയാണെന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് എവിഡൻ്റ്ലി സംതിങ് വെരി ഡിഫറെൻറ്റ്. ഇത് മറ്റെന്തോ വ്യത്യസ്തമായ കാര്യമാണെന്ന് വ്യക്തമായി. മിസ്റ്റർ സ്റ്റുഡൻറ്റ്, ഷീ ബിഗാൻ ആൻഡ് സഡൻലി വേവിങ് ഹെർ ഹാൻഡ് ഷീ ടേൺഡ് അബ്രപ്റ്റ്ലി ടുവാർഡ്സ് ഡോർ ആൻഡ് വെൻറ്റ് ഔട്ട്. മിസ്റ്റർ സ്റ്റുഡൻറ്റ് എന്നവൾ തുടങ്ങി. പെട്ടെന്ന് കൈ വീശിക്കൊണ്ട് വാതിലിലേക്ക് തിരിഞ്ഞ് പുറത്തേക്ക് പോയി. ഐ റിമൈൻഡ് വിത്ത് എ വെരി അൺപ്ലസൻറ്റ് ഫീലിംഗ് ഇൻ മൈ മൈൻഡ്. എൻ്റെ മനസ്സിൽ വളരെ അസ്വസ്ഥമായി ഒരു വികാരവും
ഒരു വികാരം അവശേഷിച്ചു. ഐ ലിസൺഡ്, ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. ഹെർ ഡോർ വാസ് ഫ്ലങ് ഓപ്പൺ വയലൻ്റ്ലി ആൻഡ് ദെൻ സ്ലാംഡ് ഷട്ട്. അവളുടെ വാതിൽ ശക്തിയായി തുറക്കുകയും പിന്നെ വലിയ ശബ്ദത്തോടെ അടയ്ക്കുകയും ചെയ്തു. ഐ തോട്ട് ഇറ്റ് ഓവർ ആൻഡ് റിസോൾവ്ഡ് ടു ഗോ ടു ഹെർ. ഞാൻ കാര്യങ്ങൾ ആലോചിച്ചു, അവളുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഐ വുഡ് ഇൻവൈറ്റ് ഹെർ ടു കം ബാക്ക് ഇൻ ഹിയർ ആൻഡ് റൈറ്റ് എവറിത്തിങ് ഷീ വാണ്ടഡ്. അവളെ തിരികെ ഇവിടെ വിളിച്ച് അവൾക്ക് വേണ്ടതെല്ലാം എഴുതി തരണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഐ എൻറ്റേർഡ് ഹെർ അപ്പാർട്ട്മെൻറ്റ്. ഞാൻ അവളുടെ മുറിയിലേക്ക് കയറി. ഷീ വാസ് സിറ്റിംഗ് അറ്റ് ദ ടേബിൾ ലേണിംഗ് ഓൺ ഹെർ എൽബോസ് വിത്ത് ഹെർ ഹെഡ് ഇൻ ഹെർ ഹാൻഡ്സ്. അവൾ മേശയ്ക്കരികിൽ കൈമുട്ടുകളിൽ ചാരിയും തല കൈകളിൽ താങ്ങിയും ഇരിക്കുകയായിരുന്നു. ലിസൺ ടു മീ, ഐ സെഡ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റിന് അവൾ ആകെ വിഷമത്തിൽ പോയപ്പോൾ അവളെ ഞാൻ തെറ്റിദ്ധരിച്ചതാണെന്ന് തോന്നി. അപ്പോൾ അവളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് കത്തെഴുതി കൊടുക്കാമെന്നുള്ള തീരുമാനത്തിൽ സ്റ്റുഡൻറ്റ് അവളുടെ റൂമിലേക്ക് പോയി. അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയപ്പോൾ അവളിങ്ങനെ കൈ ഇങ്ങനെ കയ്യിൽ മുഖം താങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ ചെന്നിട്ട് ചോദിച്ചു, ലിസൺ ടു മീ, എന്നെ ഒന്ന് കേൾക്കൂ. ഷീ ലീപ്ഡ് ഫ്രം ഹെർ സീറ്റ് കെയിം ടുവാർഡ്സ് മീ വിത്ത് ഫ്ലാഷിംഗ് ഐസ്. അവൾ പെട്ടെന്ന് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് തിളങ്ങുന്ന കണ്ണുകളോടെ എൻ്റെ അടുത്തേക്ക് വന്നു. ലേയിങ് ഹെർ ഹാൻഡ്സ് ഓൺ മൈ ഷോൾഡേഴ്സ് ഷീ ബിഗാൻ ടു വിസ്പർ. എൻ്റെ തോളുകളിൽ കൈവച്ച് അവൾ പതുക്കെ പറയാൻ തുടങ്ങി. ലുക്ക് അറ്റ് യു, നൗ ഇറ്റ്സ് ലൈക്ക് ദിസ്. ഇപ്പോൾ കേൾക്കൂ, കാര്യം ഇങ്ങനെയാണ്. ദർ ഈസ് നോ ബോൾസ് അറ്റ് ഓൾ, ദർ ഈസ് നോ തെരേസ എയ്തർ. യഥാർത്ഥത്തിൽ ബോൾസ് എന്നൊരാളില്ല, തെരേസ എന്നൊരാളുമില്ല. വാട്ട്സ് ദാറ്റ് യു? പക്ഷേ അതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഈസ് ഇറ്റ് എ ഹാർഡ് തിങ് ഫോർ യു ടു ഡ്രോ യുവർ പെൻ ഓവർ പേപ്പർ? നിങ്ങൾക്ക് പേപ്പറിൽ പേന ഓടിക്കുന്നത് അത്ര ബുദ്ധിമുട്ടാണോ? തെരേസ എന്ന് പറയുന്ന ഒരാളും ഇല്ല, ബോൾസ് എന്ന് പറയുന്ന ഒരാളും ഇല്ല. പക്ഷേ നിങ്ങൾക്ക് എന്താ അതിൽ പ്രശ്നം? നിങ്ങളെ അതെന്തെങ്കിലും ബാധിച്ചോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയോ? നിങ്ങൾക്ക് ആ പെന്നെ കൊണ്ട് ആ പേപ്പറിൽ എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ദർ ഈസ് നോബഡി അറ്റ് ഓൾ, നീദർ ബോൾസ് നോർ തെരേസ, ഓൺലി മീ. ഇവിടെ ബോൾസോ ടെരേസയോ ആരുമില്ല, ഞാൻ മാത്രമാണുള്ളത്. പാർഡോൺ മീ സെഡ് ഐ ഓൾദോർ ഫ്ലാബർഗാസ്റ്റഡ് അറ്റ് ദിസ്. ക്ഷമിക്കണം എന്ന് ഞാൻ പൂർണ്ണമായും അമ്പരന്ന് പറഞ്ഞു. വാട്ട് ഈസ് ഓൾ അബൌട്ട്? ദർ ഈസ് നോ ബോൾസ് യു സേ. ഇതെല്ലാം എന്താണ്? ബോൾസ് ഇല്ലെന്നാണോ നീ പറയുന്നത്? നോ, സോ ഇറ്റ് ഈസ്. അതെ, അങ്ങനെ തന്നെയാണ്. ആൻഡ് നോ തെരേസ ഈതർ. തെരേസയും ഇല്ലേ? ആൻഡ് നോ തെരേസ, ഐ എം തെരേസ. തെരേസയില്ല, ഞാൻ തന്നെയാണ് തെരേസ. ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് അറ്റ് ഓൾ. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക്, തെരേസയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റുഡൻറ്റ് ചെല്ലുകയാണ്. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഷോൾഡറിൽ തട്ടിൽ തെരേസ പറയാണ്, തെരേസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും ഇല്ല, ബോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും ഇല്ല. നിനക്കൊരു ലെറ്റർ എഴുതി തരാൻ ഇത്ര ബുദ്ധിമുട്ടാണോ? നിന്നെ അതൊരു തരത്തിലും ബാധിച്ചിട്ടില്ലല്ലോ ആ പ്രശ്നം. പിന്നെ എന്തിനാണ് നീ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ആരുടെ അടുത്ത്? സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത്. ഐ ഫിക്സ്ഡ് മൈ ഐസ് അപ്പോൺ ഹെർ ആൻഡ് ട്രൈഡ് ടു മേക്ക് ഇറ്റ് ഔട്ട്. ഞാൻ അവളെ ശ്രദ്ധിച്ചു നോക്കി, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ബട്ട് ഷീ വെൻറ്റ് അഗെയിൻ ഇറ്റ് ദ ടേബിൾ, സെർച്ച്ഡ് അബൌട്ട് ഫോർ സംതിങ്, കം ബാക്ക് ടു മീ ആൻഡ് സെഡ് ഇൻ ആൻ ഓഫൻ ടോൺ. പക്ഷെ അവൾ വീണ്ടും മേശയ്ക്കരികിലേക്ക് പോയി എന്തോ തിരഞ്ഞു. പിന്നെ തിരികെ വന്ന വിഷമത്തോടെയുള്ള ശബ്ദത്തിൽ പറഞ്ഞു, ഇഫ് ഇറ്റ് വാസ് സോ ഹാർഡ് ഫോർ യു ടു റൈറ്റ് ടു ബോൾസ്, ലുക്ക്, ദർ ഈസ് യുവർ ലെറ്റർ, ടേക്ക് ഇറ്റ്. ബോൾസിന് കത്ത് എഴുതുന്നത് നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇതാ നിങ്ങളുടെ കത്ത്, തിരികെ എടുക്കൂ. അതേഴ്സ് വിൽ റൈറ്റ് ഫോർ മീ. എനിക്ക് വേണ്ടി മറ്റുള്ളവർ എഴുതിക്കോളും. അപ്പോൾ തിരിച്ചു വന്നിട്ട് ഈ തെരേസ പറയാണ്, നിങ്ങൾക്ക് എനിക്ക് കത്ത് എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി തരണ്ട. ബോൾസ് ഉണ്ടോ തെരേസ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമോ അത് നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നവും അല്ല. നിങ്ങൾക്ക് എഴുതി തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് തെരേസ. അപ്പോൾ അതിന് മുന്നേ ബോൾസിന് വേണ്ടി എഴുതി കൊടുത്ത ഫസ്റ്റായിട്ട് നമ്മുടെ സ്റ്റുഡൻറ്റ് എഴുതി കൊടുത്ത ലെറ്റർ തിരിച്ച് സ്റ്റുഡൻറ്റിനെ കൊടുത്തിട്ട് പറയാണ്, ഇതാ നിങ്ങളുടെ ലെറ്റർ, നിങ്ങൾ തന്നെ വെച്ചോളൂ, എനിക്ക് വേണ്ടി വേറെ ആരെങ്കിലും എഴുതി തന്നോളൂ എന്ന് പറയാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോയാലോ? ഐ ലുക്ഡ് ഇൻ ഹെർ ഹാൻഡ് വാസ് മൈ ലെറ്റർ ടു ബോൾസ്. ഫ്യൂ. ഞാൻ നോക്കി, അവളുടെ കയ്യിൽ ബോൾസിന് ഞാൻ എഴുതിയ കത്തുണ്ടായിരുന്നു. ലിസൺ തെരേസ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഓൾ ദിസ്? തെരേസ, ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിക്കുകയാണ് സ്റ്റുഡൻറ്റ്. വൈ മസ്റ്റ് യു ഗെറ്റ് അതേഴ്സ് ടു റൈറ്റ് ഫോർ യു വെൻ ഐ ഹാവ് ഓൾറെഡി റിട്ടേൺ ഇറ്റ് ആൻഡ് യു ഹാവിൻറ്റ് സെൻഡ് ഇറ്റ്? ഞാൻ ഇതിനകം കത്ത് എഴുതിയിട്ടും നീ അത് അയച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് മറ്റുള്ളവരോട് എഴുതിപ്പിക്കുന്നത്? സെൻഡ് ഇറ്റ് വേർ, എവിടേക്ക് അയക്കണം? അവൾ ചോദിച്ചു.
വൈ ടു ദിസ് ബോൾസ്? അത് ബോൾസിനല്ലേ? അപ്പോൾ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇതിന് മുന്നേ ഞാൻ നിനക്ക് എഴുതി തന്ന കത്തുകളല്ലേ, ഇതൊന്നും നീ അയച്ചിട്ടുമില്ല, ഇപ്പോൾ പിന്നെ എന്തിനാ നീ വേറെ ആളുകളെ കൊണ്ട് അത് എഴുതിപ്പിക്കുന്നത്? ഇത് തന്നെ നീ അയച്ചിട്ടില്ല, പിന്നെ എന്തിനാ നീ വേറെ ആളുകളെ കൊണ്ട് വീണ്ടും ബോൾസിന് വേണ്ടി അയപ്പിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ തെരേസ പറയാണ്, എവിടേക്കാണ് ഞാൻ അയക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് പറയും, നീ ബോൾസിനല്ലേ എഴുതിയത്, അപ്പോൾ ബോൾസിനല്ലേ അയക്കേണ്ടത്, ദർ ഈസ് നോ സച്ച് പേഴ്സൺ. അപ്പോൾ തെരേസ പറയാണ്, അങ്ങനെ ഒരാളില്ല. ഐ അബ്സല്യൂട്ട്ലി ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സ്റ്റുഡൻറ്റിനൊന്നും മനസ്സിലായില്ല. ദെൻ ഷീ എക്സ്പ്ലെയിൻഡ്. പിന്നീട് അവൾ വിശദീകരിക്കാൻ തുടങ്ങി. വാട്ട് ഈസ് ഇറ്റ്, ഷീ സെഡ്, സ്റ്റിൽ ഓഫൻഡഡ്. ഇനിയും വിഷമത്തോടെ അവൾ ചോദിച്ചു, എന്താണ്? ദർ ഈസ് നോ സച്ച് പേഴ്സൺ ഐ ടെൽ യു. അങ്ങനെ ഒരാളില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ, പിന്നെ എന്താണ് എന്ന് ചോദിക്കുകയാണ് തെരേസ. ഷീ എക്സ്റ്റെൻഡഡ് ഹെർ ഹാൻഡ്സ് ആസ് ഇഫ് ഷീ ഹെർസെൽഫ് ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദർ ഷുഡ് ബി നോ സച്ച് പേഴ്സൺ. അങ്ങനെ ഒരാളില്ലാത്തത് എന്തിനാണെന്ന് അവൾക്ക് തന്നെ മനസ്സിലാകാത്തതുപോലെ അവൾ കൈകൾ നീട്ടി. ബട്ട് ഐ വാണ്ടഡ് ഹിം ടു ബി ദർ. പക്ഷേ അവനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ആൻഡ് ഐ ദെൻ നോട്ട് എ ഹ്യൂമൻ ക്രിയേച്ചർ ലൈക്ക് ദ റെസ്റ്റ് ഓഫ് യു. ഞാനും നിങ്ങളെപ്പോലെ മനുഷ്യയല്ലേ? യെസ് ഐ നോ ഓഫ് കോഴ്സ്. അതെ എനിക്കറിയാം, തീർച്ചയായും അറിയാം. യെറ്റ് നോ ഹാം വാസ് ഡൺ ടു എനിവൺ ബൈ മൈ റൈറ്റിംഗ് ടു ഹിം. എന്നാൽ അവന് കത്ത് എഴുതുന്നത് കൊണ്ട് ആർക്കും ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. പാർഡോൺ മീ ടു ഹും. ക്ഷമിക്കണം, ആർക്കാണ് ഞാൻ ചോദിച്ചു. ടു ബോൾസ് ഓഫ് കോഴ്സ്. ബോൾസിന് തന്നെയല്ലോ. ബട്ട് ഹീ ഡസൻറ്റ് എക്സിസ്റ്റ്. പക്ഷേ അവൻ യഥാർത്ഥത്തിൽ ഇല്ലല്ലോ. അലാസ് ബട്ട് വാട്ട് ഇഫ് ഹീ ഡസൻറ്റ്. അയ്യോ, ഇല്ലെങ്കിൽ എന്ത്? ഹീ ഡസൻറ്റ് എക്സിസ്റ്റ് ബട്ട് ഹീ മൈറ്റ്. അവൻ ഇല്ലെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. ഐ റൈറ്റ് ടു ഹിം ആൻഡ് ഇറ്റ് ലുക്സ് ആസ് ഇഫ് ഹീ ഡിഡ് എക്സിസ്റ്റ്. ഞാൻ അവന് കത്ത് എഴുതുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് പോലെ തോന്നും. ആൻഡ് തെരേസ, ദാറ്റ്സ് മീ. ഹീ റിപ്ലൈസ് ടു മീ ആൻഡ് ദെൻ ഐ റൈറ്റ് ടു ഹിം അഗെയിൻ. അപ്പോൾ തെരേസ, അതായത് എനിക്ക് അവൻ മറുപടി എഴുതും എന്ന് ഞാൻ കരുതും, പിന്നെ ഞാൻ വീണ്ടും അവന് എഴുതും. ഐ അണ്ടർസ്റ്റുഡ് അറ്റ് ലാസ്റ്റ്. അവസാനം എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ആൻഡ് ഐ ഫെൽറ്റ് സോ സിക്ക്, സോ മിസറബിൾ, സോ അഷെയിംഡ് സംഹൗ. എനിക്ക് വളരെ ദുഃഖവും വിഷമവും ലജ്ജയും തോന്നി. സ്റ്റുഡൻ്റ് ആണ് പറയുന്നത്. എലോങ് സൈഡ് ഓഫ് മീ, നോട്ട് 3 yards away, lived a human creature who had nobody in the world to treat her kindly. എൻ്റെ അടുത്ത് 3 യാർഡിനും അകലെ ലോകത്തിൽ സ്നേഹത്തോടെ പെരുമാറാൻ ഒരാളുമില്ലാത്ത ഒരു മനുഷ്യ സ്ത്രീ ജീവിച്ചിരിക്കുകയായിരുന്നു. വിത്ത് നോ വൺ ടു ബി affectionate to her, this human being had invented a friend for herself. തനിക്കും സ്നേഹം കാണിക്കാൻ ആരുമില്ലാത്തതിനാൽ അവൾ സ്വയം ഒരു സ്നേഹിതനെ സൃഷ്ടിച്ചിരിക്കുകയായിരുന്നു. ലുക്ക് നൗ, യു റോട്ട് മീ എ ലെറ്റർ ടു ബോൾസ് ആൻഡ് ഐ ഗേവ് ഇറ്റ് ടു someone else to read it to me. നോക്കൂ, നിങ്ങൾ ബോൾസിനൊരു കത്തെഴുതി, ഞാൻ അത് മറ്റൊരാളെ കൊണ്ട് എനിക്ക് വായിപ്പിച്ചു. ആൻഡ് വെൻ ദേ റീഡ് ഇറ്റ് ടു മീ ഐ ലിസൺഡ് ആൻഡ് ഫാൻസീഡ് ദാറ്റ് ബോൾസ് വാസ് ദർ. അവർ അത് വായിച്ചപ്പോൾ ബോൾസ് അവിടെ ഉണ്ടെന്ന പോലെ ഞാൻ ചിന്തിച്ചു. ആൻഡ് ഐ ആസ്ക്ഡ് യു ടു റൈറ്റ് മീ എ ലെറ്റർ ഫ്രം ബോൾസ് ടു തെരേസ, ദാറ്റ് ഈസ് ടു മീ. പിന്നീട് ബോൾസിൽ നിന്ന് തെരേസയ്ക്ക്, അതായത് എനിക്കൊരു കത്തെഴുതാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. വെൻ ദേ റൈറ്റ് സച്ച് എ ലെറ്റർ ഫോർ മീ ആൻഡ് റീഡ് ഇറ്റ്. അങ്ങനെ ഒരു എഴുതിയതും അതെനിക്ക് വായിച്ചു കേൾപ്പിക്കുമ്പോൾ. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബോൾസ് എന്ന് പറയുന്നതും തെരേസ എന്ന് പറയുന്നതും രണ്ടാളുകളുമില്ല. ഈ ലോകത്ത് ആ തെരേസ എന്ന് പറഞ്ഞ സ്ത്രീക്ക് ആരും അവരോട് സ്നേഹം കാണിക്കാനും എഫെക്ഷൻ കാണിക്കാനും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ തന്നെ സ്വന്തമായിട്ട് ആരെങ്കിലും കൊണ്ട് തനിക്ക് തന്നെ ഒരു ലെറ്റർ എഴുതിപ്പിക്കും. പിന്നെ ആ ലെറ്റർ വേറെ ആരെ കൊണ്ടെങ്കിലും വായിപ്പിക്കും. അങ്ങനെ ഒരു ബോൾസ് എന്ന് പറഞ്ഞ ഒരാൾ അവരുടെ മനസ്സിലിങ്ങനെ അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് തനിക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരാളുണ്ട് എന്നുള്ളത് അവർക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാണ്. അങ്ങനെ ഒരാളുണ്ടാവും, അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ വായിക്കുന്ന ആൾ വിചാരിക്കും അങ്ങനെ ഒരാളുണ്ട്, ഇവർ സ്നേഹിക്കുന്ന ഒരാളുണ്ടെന്ന് കരുതുമ്പോൾ അവർക്ക് തെരേസയ്ക്കൊരു സന്തോഷം തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് തെരേസയെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ല. Take you for a blockhead, said I to myself when I heard this. ഇത് കേട്ടപ്പോൾ ഞാൻ എത്ര വലിയ മണ്ടനായിരുന്നു എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. And thenceforth regularly twice a week I wrote a letter to Bowles and an answer from Bowles to Teresa. അതിനുശേഷം പതിവായി ആഴ്ചയിൽ 2 തവണ ഞാൻ ബോൾസിനൊരു കത്തും ബോൾസിൽ നിന്നും തെരേസയ്ക്കും ഒരു മറുപടിയും എഴുതും. She of course listened to them and wept like anything. അവൾ ആ കത്തുകൾ കേട്ട്
വളരെ കരഞ്ഞു. ഷീ റോഡ് ഐ ഷുഡ് സേ വിത്ത് ഹെർ ബാസ് വോയിസ്. അവളുടെ കനത്ത ശബ്ദത്തിൽ അവൾ ഉറക്കെ കരയുകയായിരുന്നു എന്ന് പറയാം. ആൻഡ് ഇൻ റിട്ടേൺ ഫോർ മൈ സർവീസ് ഷീ ബിഗാൻ ടു മെൻഡ് ദ ഹോൾസ് ഐ ഹാഡ് ഇൻ മൈ സോക്സ്, ഷർട്ട്സ് ആൻഡ് അതർ ആർട്ടിക്കിൾസ് ഓഫ് ക്ലോത്തിങ്. എൻ്റെ സഹായത്തിന് പകരമായി എൻ്റെ സോക്സുകളിലും ഷർട്ടുകളിലും മറ്റുമുണ്ടായിരുന്ന കീറലുകൾ അവൾ തുന്നിക്കൊടുക്കാൻ തുടങ്ങി. 3 months later she was thrown into prison for some reason or the other and by now she must surely be dead. 3 മാസം കഴിഞ്ഞ് എന്തോ കാരണത്താൽ അവളെ ജയിലിൽ അടച്ചു. ഇപ്പോഴേക്കും അവൾ മരിച്ചിരിക്കുമെന്ന് തോന്നി. My acquaintance shook the ash from his cigarette, looked pensively up at the sky and thus concluded. എൻ്റെ പരിചയക്കാരൻ സിഗരറ്റ് ചാരം തട്ടി നീക്കി ആലോചനയോടെ ആകാശത്തിലേക്ക് നോക്കി ഇങ്ങനെ അവസാനിപ്പിച്ചു. വെൽ വെൽ, ദ മോർ എ ഹ്യൂമൻ ക്രിയേച്ചർ ഹാസ് ടേസ്റ്റഡ് ഓഫ് ബിറ്റർ തിങ്സ് ദ മോർ ഇറ്റ് ഹങ്കേഴ്സ് ആഫ്റ്റർ ദ സ്വീറ്റ് തിങ്സ് ഓഫ് ലൈഫ്. ഒരു മനുഷ്യൻ ജീവിതത്തിലെ കഠിനാനുഭവങ്ങൾ കൂടുതലായി അനുഭവിക്കുമ്പോൾ അവൻ ജീവിതത്തിലെ മധുരമുള്ള കാര്യങ്ങൾക്കായി കൂടുതൽ ആഗ്രഹിക്കും. ആൻഡ് വി wrapped in the rags of our virtues regard others through the mist of our self-sufficiency. പക്ഷേ നാം നമ്മുടെ നല്ല ഗുണങ്ങളുടെ അഭിമാനത്തിൽ പൊതിഞ്ഞ് മറ്റുള്ളവരെ അഹങ്കാരത്തിൻ്റെ മൂടുപടത്തിലൂടെ നോക്കുന്നു. കൺവിൻസ്ഡ് ഓഫ് അവർ റൈറ്റ്നെസ് വി ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്. നാം ശരിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതിനാൽ മറ്റുള്ളവരുടെ വേദന നമുക്ക് മനസ്സിലാകുന്നില്ല. ആൻഡ് ദ ഹോൾ തിങ് ടേൺസ് ഔട്ട് പ്രെറ്റി സ്റ്റുപ്പിഡ്ലി ആൻഡ് വെരി ക്രൂവലി. അങ്ങനെ എല്ലാം വളരെ മണ്ടത്തരത്തോടും ക്രൂരമായ രീതിയിലുമാണ് അവസാനിക്കുന്നത്. ബട്ട് ഇനഫ് ഓഫ് ദിസ്. എന്നാൽ ഇത്ര മതി. ഇറ്റ്സ് ഓൾ ആസ് ഓൾഡ് ആസ് ദ ഹിൽസ്. ഇതെല്ലാം വളരെ പഴയ കാര്യങ്ങളാണ്. സോ ഓൾഡ് ദാറ്റ് ഇറ്റ് ഈസ് ഷെയിം ടു സ്പീക്ക് ഓഫ് ഇറ്റ്. അതിനെക്കുറിച്ച് പറയാൻ പോലും ലജ്ജ തോന്നുന്നത്ര പഴയതാണ്. വെരി ഓൾഡ് ഇൻ നീഡ്. യെസ്, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. അതെ, അതീവ പഴയ സത്യമാണിത്.